ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് പോസിറ്റീവ് ചേഞ്ചസ് ആണ് നൽകാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു. എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും. കാരണം മുൻപ് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത്, എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വലിക്കുന്ന ഒരു ചരടിൻ്റെ അറ്റത്തായിരിക്കാം നിങ്ങളുണ്ടാവുക. പക്ഷേ അതൊക്കെ മാറി നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു തീരുമാനം എടുക്കാനും, നിങ്ങൾ തന്നെ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റാക്കി ഇതാണ് എൻ്റേത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ജോബ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു പര്യവസാനം വന്ന് പുതിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോവുകയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. ഇത്രയും നാൾ കാത്തിരുന്ന അത്രയും ടൈമൊന്നും ഇനി വേണ്ടി വരില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുമായിട്ട് ഒരു ടോക്സിക് റിലേഷൻ അല്ലെങ്കിൽ അൺഹെൽത്തി ബോണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് റിലീസാവുന്ന ഒരു സമയം കൂടിയാണ്. അത് റിലീസായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും. ആ ബോണ്ട് ബ്രേക്ക് ആവണം. ആ ബോണ്ട് ബ്രേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു കാർമിക് സിറ്റുവേഷൻ. ഇതൊരു ഡെവിൽ കാർഡാണ്. ഈ ഡെവിൽ കാർഡ് തന്നെ പറയുന്നത്, ഇത് വെച്ച് ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഡെവിൽ കാർഡിൽ നിങ്ങൾക്കൊരു കാർമിക് എനർജി കാണുന്നുണ്ട്. ഈ കാർമിക് എനർജി റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒരുപാട് നിങ്ങൾ പ്രയത്നിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതിങ്ങനെ എന്താ പറയുക, കറങ്ങി കളിക്കുന്ന ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കാർമിക് റിലേഷൻ ഓർ കാർമിക് ബോണ്ട്, അൺഹെൽത്തി ബോണ്ട്, ടോക്സിക് ബോണ്ട്, ഇതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും, അത് വിട്ടുപോയാൽ മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ഔട്ട്കം കിട്ടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാർമിക് റിലേഷനിൽ തന്നെ കറങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്കം, നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കംപ്ലീറ്റ്ലി ഗോണാവും. അത് വരാൻ തന്നെ ഡിലേ ഉണ്ടാവും, വീണ്ടും ഡിലേ. ഇപ്പോഴും കുറച്ച് ഡിലേ കാണിക്കുന്നത് ഇതിൽ പലർക്കും ഇപ്പോഴും ആ അൺഹെൽത്തി ബോണ്ടിൽ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഏത് കാര്യത്തിലാണെങ്കിലും, ലവ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ സ്റ്റഡീസ്, ഏതിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്ന കൂട്ടനുസരിച്ചിരിക്കും. ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്കം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ മാറിയിട്ട് നിങ്ങളുടെ മൈൻഡ് കൂടുതലും ക്ലാരിറ്റി വരും. അതായത് മറ്റുള്ളവരെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കിയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റായിട്ട് തന്നെ ഡെവലപ്പാവും. അത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് റിസൾട്ട് തരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വരും. കരിയർ, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ലൈഫ് എല്ലാം കൂടുതൽ സ്റ്റേബിൾ ആകുന്ന ഒരു ഫേസ് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ തിരികെ കിട്ടുന്ന ഒരു എനർജി കൂടിയാണ്. നിങ്ങളുടെ കൺഫ്യൂഷൻ കുറഞ്ഞ് ഡയറക്ഷൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകേണ്ട ഡയറക്ഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങളുടെ കഷ്ടപ്പാടിനൊരു ആൻസർ യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എഫേർട്ട് ഇട്ട കാര്യങ്ങളൊന്നും തന്നെ വേസ്റ്റ് അല്ല. അത് സ്ലോലി പ്രോഗ്രസ് ആയിട്ട് വരിക തന്നെ ചെയ്യും. ഒരു സഡൻ മൂവ്മെൻറ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ നൈറ്റ് ഓഫ് സോർട്സ് തന്നെയാണ് നിങ്ങളുടെ ആൻസർ തരുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആൻസറാണത്. ഒരു സഡൻ മൂവ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അതായത് ഗുഡ് ന്യൂസ്, മെസ്സേജ്, ഗുഡ് ഡിസിഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതിന് നിങ്ങൾ ആ ടോക്സിക് എനർജി റിലീസ് ചെയ്യണം. നിങ്ങൾ അതിൽ സ്റ്റക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്യുക തന്നെ വേണം. യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം.
നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുക, ഗോൾസ് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന ഭയം, ഓവർ തിങ്കിങ് ഇതെല്ലാം വിട്ട് കളഞ്ഞ് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, എനർജി ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.